ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. മതപരിവർത്തനത്തിന്റെ പേരിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതും ധർമ്മസ്ഥല കേസിൽ നിർണായക വഴിത്തിരിവായി അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തതും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും US നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനും സംയുക്തമായി വികസിപ്പിച്ച നൈസാർ വിക്ഷേപിച്ചതുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ഏവർക്കും സന്തോഷം നിറഞ്ഞ വാർത്തയായിരുന്നു. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഗണ്ണിച്ചിരുന്നില്ല. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത്. കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ഓർമ്മപ്പെടുത്തിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു. നമ്മുടെ 2 സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു. ഞാൻ കണക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, ക്ഷമിക്കണം. 2 അല്ല 3 പേർക്ക് ജാമ്യം കിട്ടി. അവർ തനിയെ അല്ലല്ലോ ജയിലിൽ കിടന്നത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളിനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഈ ആഘോഷത്തിന്റെ സമാപനത്തിൽ ഇതൊരു ആശ്വാസവാക്കാണ്. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് കേൾക്കുന്നതിന് നമ്മുടെ ഈ കൂടിവരവിന്റെ വേദി തന്നെ നമുക്ക് ഒരു അനുഗ്രഹം നൽകി എന്നുള്ളത് നമ്മെ വ്യത്യസ്തരാക്കുകയാണ്. ഒരു വാദപ്രതിവാദത്തിനോ ഒരു മീഡിയയുടെ അറ്റൻഷനോ ഒന്നുമല്ല. ജാമ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. അകാരണമായി അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കൂടി അതെഴുതി മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ. ആരോപിക്കപ്പെട്ടത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുറന്നു പറയാനുള്ള ആർജവത്വം ഭരണാധികാരികൾ കാണിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. കോടതിക്ക് മുന്നിൽ ഉത്തരവിനായി കാത്തുനിന്നിരുന്ന റായ്പൂർ രൂപതയിലെ വൈദികരടക്കമുള്ളവർ കന്യാസ്ത്രീയുടെ സഹോദരനെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. ജാമ്യം ലഭിച്ചതിൽ ആശ്വാസമുണ്ടെന്നാണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം. ജാമ്യോത്തരവ് പറയുന്ന ബിലാസ്പൂരിലെ NIA കോടതിക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരും BJP പ്രതിനിധികളുമടക്കമുള്ളവരും എത്തിയിരുന്നു. ജാമ്യം അനുവദിച്ചുള്ള വിധി വന്നതോടെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സന്തോഷവും ആശ്വാസവും പങ്കുവച്ചത്. ജാമ്യത്തിനായി ഇടപെട്ട എല്ലാവരോടും നന്ദി പറയുന്നതായി കുടുംബം പറഞ്ഞു. രാജ്യം വിട്ടുപോകരുത്, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ ഉപാധികളോടെയാണ് കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണം. ഇതിനു പുറമെ 2 ആൾ ജാമ്യവും നൽകണം. റായ്പൂർ രൂപതയുടെ ഭാഗമായ വൈദികരടക്കം കോടതി പരിസരത്ത് എത്തിയിരുന്നു. ഇവർ കന്യാസ്ത്രീകൾക്ക് ജാമ്യക്കാരാകും. ഛത്തീസ്ഗഡ് വിട്ടുപോകരുതെന്നടക്കമുള്ള കടുത്ത വ്യവസ്ഥകൾ ജാമ്യോത്തരവിൽ ഇല്ലാത്തത് ആശ്വാസമാണെന്നും അവർക്ക് കേരളത്തിലേക്കടക്കം വരുന്നതിൽ തടസ്സമുണ്ടാകില്ലെന്നും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ഇന്ത്യക്ക് പുറത്ത് പോകരുതെന്ന ഉപാധി മാത്രമാണുള്ളതെന്നും പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കന്യാസ്ത്രീകൾക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. അസീസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത്. ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത്. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ്. മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു.
അതേസമയം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ പ്രതികരിച്ച് KCBC പ്രസിഡന്റും മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബെസിലിയൂസ് ക്ലീമിസ് ബാവ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ഇനി സിറോ മലബാർ CBCIക്ക് പറയാനുള്ള കാര്യം? പ്രിയപ്പെട്ടവരെ, മലയാളികളായ വന്ദന, പ്രീതി എന്ന 2 സിസ്റ്റേഴ്സ് ആഗ്രയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്കാരെ ലഭിക്കാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിൽ നിന്ന് 2 യുവതികളെ, ക്രിസ്ത്യാനികളായ 2 യുവതികളെ അവരുടെയും മാതാപിതാക്കളുടെയും അനുവാദത്തോടെ കൊണ്ടുപോകാനായി ദുർഗ് എന്ന ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ 2 പേരെയും തെറ്റായ രീതിയിൽ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് 25-ാം തീയതി മുതൽ ജയിലിലാക്കി. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് CBCIയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, ആഗ്രഹം. അതിനു വേണ്ട നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരുകളും ചെയ്യണം. എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകം വ്യക്തമാണ്. ഒന്ന്, മേജറായ 3 യുവതികളാണ്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ അനുവാദത്തോടെ ജോലിക്ക് വേണ്ടി പോയതാണ്. പക്ഷെ അവരുടെ മേൽ കുറ്റം ചുമത്തപ്പെട്ടത് അവർ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് നടത്തി, അവർ മതപരിവർത്തനം നടത്തി. ഇത് രണ്ടും തെറ്റായതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എത്രയും വേഗം ക്വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനുവേണ്ടി സഹായിച്ചവരെ എല്ലാം ഞാൻ ഓർക്കുന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിനോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളൊന്നായ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും അത് ധ്വംസിക്കപ്പെടരുത്. അത് സംരക്ഷിക്കപ്പെടാൻ തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ മതസ്വാതന്ത്ര്യത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ ലംഘനമായിട്ട് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ സംസ്ഥാനങ്ങൾ വിവിധ രീതികളിൽ വിവേചനങ്ങളും ആക്രമണങ്ങളും ക്രൈസ്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രൈസ്തവർക്കറിയാം 2000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഈ അടുത്ത് ഇത് വിദേശ മതമാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അടക്കം കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് പ്രൈം മിനിസ്റ്ററോടും ഹോം മിനിസ്റ്ററോടും ബന്ധപ്പെട്ട എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഫ്രിഞ്ച് ഗ്രൂപ്പ്സ്, അവർക്കെതിരെ അവരെ നിയന്ത്രിക്കണം, അവർ നടത്തുന്ന ആക്രമണങ്ങളെ നിയന്ത്രിക്കണം, ക്രൈസ്തവരെ സംരക്ഷിക്കാൻ നടപടികൾ എടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ആൾക്കൂട്ട വിചാരണകൾ ധാരാളം നടക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു. കർണാടകയിലെ പ്രശസ്ത തീർത്ഥാടന നഗരമായ ധർമ്മസ്ഥലയിൽ വർഷങ്ങളായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചുവെന്ന ആരോപണം ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. 1995 മുതൽ 2014 വരെ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി സ്വാധീനമുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരകളുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച് കത്തിച്ചുവെന്ന് വെളിപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ
കഴിഞ്ഞ ദിവസം അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തു. ധർമ്മസ്ഥല കേസിൽ SITയിലെ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണം. സാക്ഷിയെ പരാതി പിൻവലിക്കാൻ ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ചുവെന്നാണ് പരാതി. SITയിലെ ഉദ്യോഗസ്ഥനെതിരെ സാക്ഷിയുടെ അഭിഭാഷകരിൽ ഒരാളാണ് പരാതി നൽകിയത്. CRC സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗവുമായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് പരാതി. സമ്മർദ്ദം മൂലമാണ് താൻ പരാതി നൽകിയതെന്ന് സാക്ഷിയെ കൊണ്ട് പറയിച്ചെന്നും ഇത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. സാക്ഷിയെ അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. അതോടൊപ്പം ധർമ്മസ്ഥലയിൽ മൃതദേഹം മറവ് ചെയ്തതായി സാക്ഷി അവകാശപ്പെടുന്ന 9 മുതലുള്ള പോയിന്റുകളിൽ പരിശോധന നടന്നു കഴിഞ്ഞു. സാക്ഷി ചൂണ്ടിക്കാണിച്ച 9 മുതൽ 12 വരെയുള്ള പോയിന്റുകൾ നേത്രാവതി നദിക്കരയിലുള്ള ദേശീയപാതയ്ക്ക് സമീപത്തെ കാട്ടിലാണ്. ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന ദേശീയപാതയാണിത്. 6ാമത്തെ പോയിന്റിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങൾ ബംഗളൂരുവിലെ FSL ലാബിലെത്തിച്ചു. ഇതിൽ 5 എണ്ണം പല്ലിന്റെ കഷ്ണങ്ങളാണ്. 1 താടിയെല്ലും, 2 എണ്ണം തുടയെല്ലുമാണ്. ബാക്കിയെല്ലാം പൊട്ടിയ നിലയിലാണ്. വനഭൂമിയിലെ പരിശോധനയ്ക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിക്കണോ എന്ന് അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. പക്ഷേ കല്ലും മണ്ണും പാറക്കെട്ടും നിറഞ്ഞ ഭൂമിയിൽ റഡാർ പരിശോധന ഫലപ്രദമായേക്കില്ല എന്നും വിലയിരുത്തലുണ്ട്. ധർമ്മസ്ഥല ട്രസ്റ്റ് ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരൻ ഹർഷേന്ദ്ര നൽകിയ ഹർജിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ക്ഷേത്രത്തിന്റെയോ ട്രസ്റ്റിന്റെയോ പേര് പരാമർശിക്കുന്നത് വിലക്കിയതും വാർത്തകളുടെ ലിങ്കുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ് ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതിയുടെ വിധി വന്നത്. കുഡ്ല റാംപേജ് എന്ന യൂട്യൂബ് ചാനലാണ് ഇതിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കുഡ്ല റാംപേജിനുള്ള വിലക്ക് നീക്കിയ ഹൈക്കോടതി ഈ കേസ് എതിർകക്ഷികളുടെ വാദം കേട്ടുകൊണ്ട് വീണ്ടും പരിഗണിക്കാൻ സെഷൻസ് കോടതിയോട് നിർദ്ദേശിച്ചു. ആഗോള ഭൗമ നിരീക്ഷണ രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ISRO നാസ സംയുക്ത സംരംഭമായ നൈസാർ വിക്ഷേപണം വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും US നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനും സംയുക്തമായി വികസിപ്പിച്ച ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവവികാസങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസാർ അഥവാ നാസ ISRO സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നൈസാറിന്റെ പ്രധാന ദൗത്യം. ISROയും നാസയും സംയുക്തമായി നടത്തുന്ന ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത്. ഇന്ത്യയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. 743 കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് നൈസാർ ഭൂമിയെ ചുറ്റുക. ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥലത്തിന്റെയും വിവരങ്ങൾ 12 ദിവസത്തെ ഇടവേളയിൽ രേഖപ്പെടുത്താൻ നൈസാറിലെ നിരീക്ഷണ ഉപകരണങ്ങൾക്ക് കഴിയും. ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപങ്ങളിലൊന്നാണ് നൈസാറിൻ്റേത്. $150 കോടി ചെലവ്. ഇതിൽ 788 കോടി രൂപയാണ് ഇന്ത്യ മുടക്കുന്നത്. ഭൂമിയുടെ അഭൂതപൂർവമായ വിശദാംശങ്ങളോടുകൂടിയ ത്രിമാന ദൃശ്യം നൽകുന്ന ആദ്യത്തെ ഉപഗ്രഹമാണിത്. ഓരോ 12 ദിവസത്തിലും 2 തവണ ഭൂമിയിലെ പ്രദേശങ്ങൾ പൂർണ്ണമായി സ്കാൻ ചെയ്യുകയും ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങളിലൂടെ 1 സെന്റിമീറ്റർ വരെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിക്കുകയും ചെയ്യും. മുൻപ് നാസയുടെ ഒരു ഉപഗ്രഹത്തിനും സാധിക്കാത്ത തരത്തിൽ ഇത് ഭൗമ നിരീക്ഷണ വിവരങ്ങൾ ശേഖരിക്കും. കാലക്രമേണ ഭൂമിയിലെ കരയും സമുദ്രങ്ങളും എങ്ങനെ മാറുന്നു എന്നതിന്റെ വിശദമായ രേഖ ഉപഗ്രഹം നൽകും. ഇത് കാലാവസ്ഥ ഗവേഷണത്തിന് ഊർജം പകരും. മണ്ണിടിച്ചിൽ, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താൻ ഈ വിവരങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും. അതുവഴി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും തയ്യാറെടുപ്പുകൾ നടത്താനും സാധിക്കും. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത്. ഇതിനായി L-ബാൻഡ് സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ, ഒരു ഹൈറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സബ്സിസ്റ്റം, GPS റിസീവറുകൾ, വിന്യസിക്കാവുന്ന 12 മീറ്റർ ആന്റിന എന്നിവ നാസയാണ് നൽകിയത്. ISRO ആകട്ടെ S-ബാൻഡ് SAR പേലോഡ്, 2 പേലോഡുകളും ഉൾക്കൊള്ളാനുള്ള ബഹിരാകാശ പേടകം, GSLV റോക്കറ്റ്, വിക്ഷേപണവുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ എന്നിവയാണ് നൽകിയത്. ഈ ബഹിരാകാശ പേടകം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മൈക്രോവേവ് സിഗ്നലുകൾ അയക്കുകയും 12 മീറ്റർ വിസ്താരമുള്ള റഡാർ ആന്റിന റിക്ടറിൽ അവയുടെ പ്രതിഫലനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി നൈസാറിന്റെ പ്രധാന ദൗത്യ കാലയളവിൽ പ്രതിദിനം ഏകദേശം 80 ടെറാബൈറ്റ് ഡാറ്റ ലഭിക്കും.
ഈ വിവരങ്ങൾ ക്ലൗഡ് വഴി പ്രോസസ് ചെയ്യുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാം. ഭൂമിയിലെ ഏതാനും മില്ലിമീറ്ററുകളുടെ ചലനം പോലും നൈസാറിനെ നിരീക്ഷിക്കാൻ സാധിക്കും. മറ്റൊരു ഭൗമ നിരീക്ഷണ ദൗത്യത്തിനും ഇത്രയും സൂക്ഷ്മതയും ആവൃത്തിയും നൽകാൻ കഴിയില്ലെന്ന നാസയിലെ നൈസാർ പ്രോഗ്രാം സയന്റിസ്റ്റ് ജെറാൾഡ് ബൗഡൻ പറഞ്ഞു. അതോടൊപ്പം നൈസാർ വിക്ഷേപണം ചരിത്രപരമായ നേട്ടമാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. I am extremely happy to announce that GSLV F-16 vehicle has successfully and precisely injected the NASA ISRO synthetic aperture radar satellite NISR satellite weighing 2,300 kg into its intended orbit. Let me congratulate all the teams from ISRO and NASA JPL on this outstanding success. This is our 102nd launch from Sriharikota and the 18th mission of GSLV. As all of you may recall, we had the previous GSLV F-15 mission on 29th January 2025, which was the 100th successful mission launched from Sriharikota, and also the first launch after the new management, including me, took over as the chairman of ISRO. This is the first GSLV mission to the Sun synchronous polar orbit. Till date, all the GSLV missions have been to GTO. Being the first SSPO mission, several analysis and studies were carried out to make this mission a grand successful mission, including the cryogenic upper stage corrections. A host of mission simulations were carried out very systematically and meticulously, and today's successful mission is accomplished. All the vehicle system performance were quite normal, as expected and as predicted. And today we achieved the intended orbit. Actually, we have got the orbit position of less than 3 kilometers against the permissible level of 20 kilometers. Perigee, the specification is 742 kilometers. We have got 740 kilometers. Apogee, 745 kilometers is the specification. We have got 747 kilometers. And all the parameters are as expected and in the right line. And this accomplishment is a teamwork, culmination of the teamwork of both ISRO and JPL NASA. The NISR satellite is a significant milestone for both Department of Space and NASA JPL, being the first joint development project undertaken by the two major spacefaring nations. NISR is an all-weather, day-night imaging satellite that will scan the entire Earth at 12-day interval. The satellite integrates ISRO's S-band synthetic aperture radar payload with NASA's L-band SAR payload and 12-meter unfurlable reflected antenna to become the first of its kind, a dual-frequency SAR satellite. NISR will enable the scientific community to detect the surface variations, sea ice detection, invest natural hazards, monitor soil moisture, and many other applications. The potential applications from the satellite are huge, and the global scientific community is eagerly awaiting the satellite data for their respective research and usage. The implementation arrangement between ISRO and NASA for a joint Earth observation satellite mission was signed on 30th September 2014. Between then, it was signed by the then Chairman ISRO, Secretary Department of Space, Dr. K. Radhakrishnan, who is sitting in front of us, and with the NASA Administrator, Mr. Charles Bolden. In fact, we were so happy to participate in that function, which happened in Toronto. Since then, the realization of satellite in ISRO progressed steadily under the outstanding leadership of subsequent Chairman, Sri Kiran Kumar Sir, who is also present in the audience, Dr. K. Sivan, Dr. Somnath, and also under different project directors. On this occasion, let me congratulate all of them. Also salute each and every one of the team members who have contributed for this significant achievement. Let me also congratulate
all the technical teams, administrative teams both in NASA, JPL and ISRO, who worked shoulder to shoulder to build the satellite at UR Rao Satellite Center over the past so many years. Our mission has brought the two space agencies much closer than ever before, and the continuous interactions at various levels during the course of project execution has enriched both sides. On behalf of Department of Space and ISRO, let me thank the NASA JPL team and all other stakeholders in the project for their excellent contribution to the joint mission. Also congratulate them on the successful launch. We wish the scientific community from both sides the exciting days ahead. Let me also congratulate the ISRO teams from SAC, URSC, VSSC, IASU, IPRC, LPSC, ISTRAC, and all the teams involved in the payload development, satellite integration, realization of solid, liquid, and cryogenic stages, inertial systems, and the launch vehicle itself. Let me take the opportunity to congratulate the Chairman Launch Authorization Board, all the center directors who are with me. It's a teamwork done by ISRO along with the NASA. I express my heartfelt gratitude to the Honorable Prime Minister, Sri Narendra Modi ji, who as the Minister of Space has provided outstanding, encouraging support for the entire project for its successful execution today. Also, let me thank Honorable Minister of State, Dr. Jitendra Singh ji, officials, PMO officials who are working hand in hand with the Department of Space, and all our family members, entire team members of ISRO, and academia and industrial participants who have contributed for this. I think at this point of time, this success is demonstrating a teamwork, a international teamwork between two spacefaring nations, and surely this data is going to be highly useful for the scientific community of the globe. And when every 12 days when the data is going to come, it is not going to be used by one or two countries. The entire globe is going to benefit out of this great accomplishment. And at this point, once again, let me congratulate all the team members, our family members, industrial partners, academia team, and the NASA team for the outstanding work. At this point, before I hand over to my team, let me invite Cassie Swales, Deputy Assistant Administrator at NASA, for expressing her thoughts on the journey so far in this joint outstanding mission. Madam, please, floor is yours. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.